ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഗപ്പിക്കുളം ക്ലീൻ ചെയ്യാൻ പോകണം. അപ്പോൾ ഗപ്പിക്കുളം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മെല്ലെ ബക്കറ്റൊക്കെ എടുത്ത് സെറ്റാക്കി നമ്മൾ ഗപ്പീനെയൊക്കെ ഓരോന്നിനായിട്ട് പാത്രത്തിലേക്ക് പിടിച്ചിടാൻ തുടങ്ങി. അപ്പോൾ ഏകദേശമൊക്കെ ഗപ്പീനെ പിടിച്ച് നമ്മൾ ഇട്ടിരിക്കുന്നു പാത്രത്തിൽ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ആ ചെടിയൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. അതിന് മുന്നേ നമ്മൾ എടുത്ത ഗപ്പീനെ കാണിച്ചു തരാം. ഇതാണ് ആ ഗപ്പി, നമ്മൾ പിടിച്ചെടുത്ത ഗപ്പികളിതാണ്. അത്യാവശ്യത്തിന് വിചാരിച്ചതിനെക്കാട്ടും കുറച്ച് കൂടുതലുണ്ട്. കുറച്ചാണ് അതിൽ ആദ്യം കൊണ്ടിട്ടത്. ഇപ്പോൾ അത് നല്ല അത്യാവശ്യത്തിന് പെറ്റി വരികയും കുറേ അയക്കണു. അപ്പോൾ നമ്മൾ ആ ചെടി ഒന്ന് പറിച്ചെടുക്കുക. നമുക്ക് ചെടി കാണിച്ച വേര് മൊത്തത്തിൽ ആ മണ്ണിൽ പിടിച്ചാൽ ഞാൻ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ആ മണ്ണിൽ ആ വേര് ഫുള്ള് പിടിച്ചു. ചെറിയൊരു ചെടി നട്ടതാണ് ചെറുതാകുമ്പോൾ. ഇപ്പോൾ അത് വലുതായി. അപ്പോൾ അത് പറിക്കാൻ അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. നമുക്ക് പറിച്ചെടുത്ത് ലാസ്റ്റ് ഇട്ടത്. എന്നിട്ട് നമ്മളെ മീനെയൊക്കെ എടുത്തിട്ട് നമ്മളെ വീടിൻ്റെ സൈഡിൽ കൊണ്ട് വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പിടിച്ച മൊത്തം മീൻ. ഇതാണ് അതിലുണ്ടായിരുന്നത്. 2-3 ചത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി വന്ന മീനാണിത്. അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ ബക്കറ്റിൽ വെള്ളമൊക്കെ എടുത്ത് നമ്മളതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഒരു ബക്കറ്റ് 2 ബക്കറ്റൊന്നും പോരാ, 3-4 ബക്കറ്റ് വെള്ളം വേണം ഫുള്ളാണെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മളത് മൊത്തം ഏകദേശം ഒഴിച്ച് കഴിയാറായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ ലാസ്റ്റ് ബക്കറ്റ് വെള്ളം അതിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഗപ്പികളൊക്കെ എടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഒഴിച്ച വെള്ളമൊക്കെ തെളിഞ്ഞിട്ട് നമ്മൾ ഗപ്പീനൊക്കെ എടുത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിനായിട്ട് അയക്കനെ തിരിച്ച് പിടിച്ചിടണം. നമ്മൾ നേരെ ഓരോന്നിനായിട്ട് അയക്കനെ തിരിച്ച് പിടിച്ചിടുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ചാവാതെ നോക്കണം. നമ്മൾ ചിലപ്പോൾ കൈയിട്ടിളക്കുമ്പോഴൊക്കെ ചെറിയ മീനുകൾ ചാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം നമ്മൾ മീനെയൊക്കെ പിടിച്ചതിക്കില്ല അതിലേക്ക് മാറ്റാൻ. അപ്പോൾ പണി കഴിഞ്ഞ ഗപ്പിക്കുളം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഗപ്പിക്കുളം ഏകദേശം വൃത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.